നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മൂലം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും? മൂലം നക്ഷത്രക്കാർ കേതൂർ ദശയിലാണ് ജനിക്കുക. 3 വയസ്സ് വരെ കേതൂർ ദശ ഉണ്ടാകുമെന്ന് ഏകദേശം പകുതി എന്നുള്ള കണക്കിൽ നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. അങ്ങനെ വരുമ്പോൾ 23 വയസ്സ് വരെ ശുക്രദശയും 29 വയസ്സ് വരെ സൂര്യദശയും 39 വയസ്സ് വരെ ചന്ദ്രദശയും 46 വയസ്സ് വരെ ചൊവ്വാദശയും 64 വയസ്സ് വരെ രാഹുർദശയും 80 വയസ്സ് വരെ വ്യാഴദശയുമായിരിക്കും. ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ എന്നീ ദശാകാലങ്ങളാണ് പൊതുവെ മൂലം നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലങ്ങൾ. സൂര്യനും ചന്ദ്രനും ജാതകത്തിൽ അനുകൂല ഭാവത്തിലാണെങ്കിൽ സമ്മിശ്ര ഫലത്തെ ആ സമയത്ത് ചെയ്യുന്നതാണ്. അല്ലാതുള്ളവർക്ക് ആ സമയം ദോഷ സമയമാണ്. ആ ദശാകാലങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ ഈ പറയുന്ന ഗുണഫലങ്ങൾക്ക് അല്പം കുറവ് വന്നേക്കാം, ദോഷഫലങ്ങൾ വർദ്ധിച്ചേക്കാം. നല്ല ദശാകാലമാണ് നിങ്ങൾക്ക് എങ്കിൽ ഈ ഗുണഫലങ്ങൾക്ക് വർധനമുണ്ടാകുന്നതാണ്, ദോഷഫലങ്ങൾ കുറയുന്നതുമാണ്. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലത്തെ ഒന്ന് നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് വർഷം മുഴുവൻ നല്ല അനുകൂല സമയമാണ്. ധനപരമായിട്ട് വിശേഷമായിട്ട് ധനലാഭമൊക്കെ ഉണ്ടായേക്കാം. പൊതുവെ നല്ല രീതിയിൽ ധനത്തെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷം മുഴുവൻ ധനലാഭം ഉണ്ടാകുന്നതാണ്. സാങ്കേതിക തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ജേർണലിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, സെയിൽസ്മാൻമാർ, നിയമ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെ മികച്ച സമയമാണ്. കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലുകൾ നിങ്ങളെ തേടി എത്താനും സാധ്യതയുണ്ട്. മെച്ചപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നാണ് തൊഴിൽ അവസരം വരുന്നത് എങ്കിൽ മടിച്ചു നിൽക്കാതെ സ്വീകരിക്കേണ്ട സമയമാണ് എന്നർത്ഥം. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുകിട ബിസിനസ്സുകാർക്കൊക്കെ ഈ വർഷം കൂടുതൽ പ്രയോജനപ്രദമാണ്. എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതി അല്പം തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ഈ ഒരു പോരായ്മയെ മനസ്സിലാക്കിക്കൊണ്ട് വർഷത്തിന്റെ ആദ്യം മുതലേ വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോവുക. സ്ത്രീകളായിട്ടുള്ള മൂലനക്ഷത്രക്കാർക്കും പൊതുവെ പുതുവർഷം അനുകൂലമാണ്. കലാരംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകും. നല്ല നവോന്മേഷവും പ്രവർത്തനത്തിൽ ഊർജ്ജസ്വലതയും ഒക്കെ താനെ ലഭിക്കുന്നതാണ്. ആ ഊർജത്തെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തന മേഖലയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പുതുവർഷം മുഴുവൻ നല്ല ഫലങ്ങളെ ലഭിക്കുന്നതാണ്. പൊതുവെ മൂലനക്ഷത്രക്കാർക്ക് ഈ വർഷം അലച്ചില് ഉണ്ടാകുന്നതാണ്. ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും അത്യന്തികമായിട്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതായത് കൂടുതൽ കഷ്ടപ്പെടുന്നതിന്റെ അനുസരിച്ചുള്ള പ്രയോജനങ്ങൾ ലഭിക്കുമെന്നർത്ഥം. മൂലനക്ഷത്രക്കാരുടെ സന്താനങ്ങൾ മൂലം അവർക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അവരുടെ മക്കൾ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുന്നതാണ്. മൂലനക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്കും മാതാപിതാക്കൾക്ക് നല്ല സന്തോഷത്തെ നൽകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളെ അഭിനന്ദിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മൂലം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പുരാണ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.